നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ സമാധാനം പുലരുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ലോകം. എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഗാസ വീണ്ടും കത്തിയമരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. അതായത് ഹമാസ് ചില വ്യവസ്ഥകളിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നാരോപിച്ച് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നത് ഇസ്രയേൽ മന്ത്രിസഭ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 2024 മെയ്യിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച 3 ഘട്ടമായി വെടിനിർത്താനുള്ള കരാറാണ് 7 മാസം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇരുകൂട്ടരും അംഗീകരിച്ചത്. ഇതനുസരിച്ച് ആദ്യഘട്ടത്തിൽ 42 ദിവസം വെടിനിർത്തൽ ഉണ്ടാകും. ഈ സമയത്ത് 33 ബന്ദികളെ ഹമാസ് ഇസ്രയേലിന് കൈമാറും. 1000-ലേറെ പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കും എന്നായിരുന്നു ധാരണ. എന്നാൽ ഇസ്രയേലിലെ ഭരണമുന്നണിയിലെ പ്രശ്നങ്ങൾ ഈ നീക്കത്തെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയാണിപ്പോൾ ശക്തമാകുന്നത്. മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും USഉം ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതിനിധികളുമായി ദോഹയിൽ നടത്തിയ ചർച്ചയിൽ കരാറിൻ്റെ കാര്യത്തിൽ ധാരണയായി എന്നായിരുന്നു വിവരങ്ങൾ. ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ഡാഡി ബർണിയയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ദോഹയിൽ തുടരുകയാണെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസുമായി കരാറുണ്ടാക്കുന്നതിൽ ഇസ്രയേൽ ഭരണ സഖ്യത്തിലെ തീവ്ര വലത് കക്ഷികൾക്ക് എതിർപ്പുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗ്വിർ കരാറിൽ എതിർപ്പ് അറിയിച്ചു. യുദ്ധം തുടരാനാകുമെന്ന ഉറപ്പ് വേണമെന്ന് മന്ത്രി ബസാലെൽ സ്മോട്രിച്ചും ആവശ്യപ്പെട്ടു. കരാർ ഇസ്രയേലിന് ഗുണകരമില്ലാത്തതും അപകടകരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കരാർ നടപ്പായാൽ ഇസ്രയേൽ സർക്കാർ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അവസാന നിമിഷം പ്രതിസന്ധി ഉണ്ടായെന്നും കരാറിലെ ചില ഭാഗങ്ങളിൽ ഹമാസ് വാക്ക് പാലിക്കുന്നില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് വഴങ്ങാതെ വാർ ക്യാബിനറ്റ് ചേർന്ന് കരാറിന് അന്തിമ അംഗീകാരം നൽകാനാകില്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. പ്രശ്നം പരിഹരിക്കാൻ USന്റെ നേതൃത്വത്തിൽ തീവ്ര ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മാറ്റിവെച്ച ഇസ്രയേൽ ക്യാബിനറ്റ് ഉടൻ ചേരുമെന്നാണ് വിവരങ്ങൾ. വെടിനിർത്തലിന്റെ 2ഉം 3ഉം ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ആദ്യഘട്ട വെടിനിർത്തലിന്റെ 16-ാം ദിവസം അതിനുള്ള ചർച്ച തുടങ്ങുമെന്നാണ് ഖത്തറും USഉം അറിയിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി 1139 പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഗാസയിൽ ഘോര യുദ്ധം തുടങ്ങിയത്. ബന്ദികളിൽ 105 പേരെ 2023 നവംബറിൽ മോചിപ്പിച്ചിരുന്നു. ബാക്കിയുള്ളവർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. ഇവരിൽ നിരവധി പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. മധ്യപൗരസ്ത്യ മേഖലയിൽ അസ്ഥിരത പടർത്തിയ 15 മാസം പിന്നിട്ട യുദ്ധത്തിന് അന്ത്യമാകുന്നത് ലോകം ആഹ്ലാദത്തോടെ സ്വീകരിച്ചുവെങ്കിലും ഇസ്രയേൽ നിലപാട് അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. മോചിപ്പിക്കേണ്ട പലസ്തീൻ തടവുകാരുടെ പട്ടികയിൽ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ വിട്ടയക്കാതിരിക്കാൻ അധികാരം ഉണ്ടാകണം എന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിക്കാത്തതാണ് പ്രശ്നമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ ഉണ്ടാകുമെന്നുള്ള വലിയ ഒരു ആശ്വാസത്തിലിരിക്കുമ്പോൾ ഹമാസ് ഇതിനൊന്നും വഴങ്ങാതെ വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ വീണ്ടും ഗാസയിൽ പലയിടത്തായി ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.